എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ജൂലൈ 25 തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് ധനവകുപ്പ് 1095 കോടി രൂപ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് അനുവദിച്ചത്. ഈ ഒരു തുകയുടെ വിതരണമാണ് ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ആരംഭിച്ചിട്ടുള്ളത്. 1000 രൂപ ക്ഷേമ പെൻഷൻ ലഭിക്കുമ്പോൾ 8 ലക്ഷത്തോളം ആളുകൾക്ക് 1700, 1800, 1500 എന്നിങ്ങനെയാണ് ലഭിക്കുന്നത്. NSAP വിഹിതം ലഭിക്കുന്ന, കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്കാണ് ആ ഒരു കുറവുള്ളത്. അതിന് ആവശ്യമായിട്ടുള്ള 22 കോടി കൂടി സംസ്ഥാന സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ആ തുക കൂടി വരും ദിവസങ്ങളിൽ, അതായത് ഒരാഴ്ചക്കുള്ളിൽ എത്തിച്ചേരുന്നതാണ്. ഇത് കഴിഞ്ഞ് ഈ ഒരു പെൻഷൻ കയ്യിൽ വിതരണം തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിട്ട് സജീവമാകുന്നതാണ്. 3-ാം തീയതിക്കുള്ളിൽ സംസ്ഥാനത്തെ മുഴുവൻ ആളുകൾക്കും ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാക്കുമെന്ന് ഇന്നലെ ഉത്തരവിൽ തന്നെ വ്യക്തമാക്കിയതാണ്. ഇത് കഴിഞ്ഞ് 10-20 ദിവസത്തിനുള്ളിലായിട്ട് ക്ഷേമ പെൻഷൻ വീണ്ടും വിതരണം ആരംഭിക്കുകയാണ്. ഓണപ്പെൻഷൻ ഓണത്തിന് മുമ്പ്, അതായത് തിരുവോണം 26-നാണ് വരുന്നത്. അതിന് മുമ്പായും കൊണ്ട് എല്ലാവർക്കും കയ്യിലും വിതരണം പൂർത്തിയാക്കുന്ന തരത്തിൽ ക്ഷേമ പെൻഷൻ നേരത്തെ ഉണ്ടാകും. ഓഗസ്റ്റ് മാസത്തേത് 2000 രൂപ ലഭിച്ചേക്കാം. ചിലപ്പോൾ സെപ്റ്റംബർ മാസത്തേത് കൂടി മുൻകൂറായി നൽകിക്കൊണ്ട് 4000 രൂപ ലഭിക്കാനുള്ള സാധ്യതയും. ക്ഷേമ പെൻഷൻ എന്തായാലും നേരത്തെ വിതരണം ഉണ്ടാകും. അപ്പോൾ ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം പൂർത്തിയായി 10 ദിവസം കഴിയുമ്പോഴേക്കും വിതരണ നടപടികൾ ആരംഭിക്കും. 10-15 ദിവസം കൊണ്ട് വിതരണം ആരംഭിക്കുകയും 26-ാം തീയതിക്കുള്ളിൽ എല്ലാവർക്കും ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ, ചിലപ്പോൾ ഒരു മാസത്തേത് അല്ലെങ്കിൽ മുൻകൂറായി സെപ്റ്റംബർ മാസത്തേത് ഉണ്ട് എങ്കിൽ 2 മാസത്തെ 4000 ലഭിക്കും. VD സതീശൻ സർക്കാർ പെൻഷന്റെ കാര്യത്തിലും വാക്ക് പാലിച്ചു തുടങ്ങിയിരിക്കുന്നു. ആദ്യത്തെ 1000 രൂപ പെൻഷൻ വർധനവ് പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ജൂലൈ മാസത്തെ 2000 ഇന്നാണ് വിതരണം നടന്നത്. ഇതോടൊപ്പമുള്ള വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് പങ്കുവെക്കുന്നത്. സംസ്ഥാനത്തെ രോഗികൾക്കുള്ള പെൻഷനാണ് ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് ഇനി പറയുന്നത്. ക്യാൻസർ, വൃക്ക, ക്ഷയ രോഗികൾക്ക് സംസ്ഥാനത്ത് നൽകി വരുന്ന 1000 രൂപ പെൻഷൻ 2000 രൂപയാക്കി ഉയർത്തി. ഇത് ഇരട്ടിയാക്കുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ബജറ്റ് പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തുക വർദ്ധിപ്പിച്ചത്. ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് ചികിത്സാ കാലയളവിലാണ് ഈ ആനുകൂല്യം ലഭിക്കുക. സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കും ഈ പെൻഷൻ ലഭിക്കുന്നതാണ്. നിലവിൽ ക്യാൻസർ രോഗികളായിട്ടുള്ളവരോ, വൃക്ക രോഗികളായിട്ടുള്ളവരോ, ക്ഷയരോഗികളായിട്ടുള്ളവരോ ആയിട്ടുള്ള നിലവിൽ ക്ഷേമ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നതാണ്. ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആൾക്ക് ഇത് ലഭിക്കുകയാണ് എങ്കിൽ മാസം 2 പെൻഷനും കൂടി 4000 രൂപയാണ് ലഭിക്കുക. പെൻഷൻ ഓരോ വർഷവും വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ ഓഫീസറുടെ സാക്ഷ്യപത്രത്തോടുകൂടി എല്ലാ വർഷവും പുതുക്കൽ നടത്തേണ്ടതുണ്ട്. കേരളത്തിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ള രോഗികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. BPL റേഷൻ കാർഡിന്റെ പകർപ്പ് അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് ഹാജരാക്കണം. വരുമാന പരിധി 1 ലക്ഷം രൂപയാണ്. അപേക്ഷകൻ മറ്റ് സർക്കാർ പെൻഷനുകളോ ഉയർന്ന തുകയുടെ ക്ഷേമ ബോർഡ് പെൻഷനുകളോ കൈപ്പറ്റുന്ന ആളാകരുത്. ക്യാൻസർ, വൃക്ക രോഗബാധിതയാണ് എന്ന് തെളിയിക്കുന്നതിന് സൗജന്യ ചികിത്സാ രേഖകളും മെഡിക്കൽ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കണം. അപേക്ഷിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ള രേഖകൾ ഇനി പറയുന്നവയാണ്. മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, സർക്കാർ ആശുപത്രിയിലെ ഡോക്ടർ, ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഡോക്ടർ നൽകുന്ന ക്യാൻസർ അല്ലെങ്കിൽ വൃക്ക രോഗിയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന സർട്ടിഫിക്കറ്റ്, വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡിന്റെ പകർപ്പ്, റേഷൻ കാർഡിന്റെ പകർപ്പ്, ബാങ്ക് പാസ്ബുക്ക്, IFSC കോഡ് ഉൾപ്പെടെയുള്ള ഭാഗം അടങ്ങിയത്. അക്കൗണ്ട് നമ്പറും വ്യക്തമായി കാണണം. ഒപ്പം പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വയസ്സ് തെളിയിക്കുന്ന രേഖ, ആധാർ, SSLC അല്ലെങ്കിൽ വോട്ടർ ID കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. അപേക്ഷ ഓൺലൈനായും നേരിട്ടും സമർപ്പിക്കാവുന്നതാണ്. മറ്റൊന്ന് പറയാനുള്ളത് റേഷന്റെ കാര്യമാണ്. നിലവിൽ ഈ മാസത്തെ റേഷൻ വിതരണം അവസാനിക്കാനിരിക്കുകയാണ്. എല്ലാവരും പോയിട്ട് വാങ്ങണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇതുകൂടാതെ സംസ്ഥാനത്ത് ഓണച്ചന്തകൾ ഉടൻ ആരംഭിക്കും. ഓണക്കിറ്റുകളും വരുന്നുണ്ട്. അതായത് പണം കൊടുത്തിട്ടാണ് നീല, വെള്ള, പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് കിറ്റ് ലഭിക്കുക. എല്ലാ റേഷൻ കാർഡുള്ളവർക്കും അത് വാങ്ങാം. സപ്ലൈകോയിൽ നിന്നും ഓണച്ചന്തകളിൽ നിന്നും ഓണ ഫെയറുകളിൽ നിന്നുമാണ് ഇത്തരം കിറ്റുകൾ ലഭിക്കുക. 3 വിധത്തിലുള്ള കിറ്റ് ഉണ്ടാവാനാണ് സാധ്യത.
ചെറിയൊരു വിലക്ക്, അതായത് 200-നും 300-നും ഇടയിലുള്ള ഒരു വിലക്കും 500 രൂപയുടെ ഒരു കിറ്റും 1000 രൂപയുടെ കിറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് വിവരം. കൃത്യമായിട്ടുള്ള അറിയിപ്പ് സപ്ലൈകോയുടേത് വരേണ്ടതുണ്ട്. എല്ലാ റേഷൻ കാർഡുള്ളവർക്കും സബ്സിഡി സാധനങ്ങൾക്ക് പുറമെയാണ് ഇത്തരം കിറ്റുകൾ ലഭിക്കുക. പായസക്കൂട്ട് ഉൾപ്പെടെയുള്ള സദ്യ ഒരുക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള കിറ്റാണ്. അതുപോലെ തന്നെ സബ്സിഡി ഇതര സാധനങ്ങൾക്കും വൻ വിലക്കുറവുണ്ടാകും എന്നും സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി 200 കോടി രൂപയാണ് സംസ്ഥാന ധനവകുപ്പ് ഭക്ഷ്യവകുപ്പിന് അനുവദിച്ചിട്ടുള്ളത്. മറ്റൊന്ന് സൗജന്യമായിട്ടുള്ള ഭക്ഷ്യക്കിറ്റാണ്. മഞ്ഞ റേഷൻ കാർഡ് മാത്രമാണുള്ളത്. 56 കോടി രൂപയാണ് ആ ഒരു സൗജന്യ ഭക്ഷ്യക്കിറ്റിന് ധനവകുപ്പ് അനുവദിച്ചിട്ടുള്ളത്. അതിൻ്റെ വിതരണവും ഓഗസ്റ്റ് മാസത്തെ റേഷനോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ്. ഓഗസ്റ്റ് മാസത്തിൽ ഇരട്ടി റേഷൻ നീല വെള്ള റേഷൻ കാർഡുള്ളവർക്കുണ്ടാകും. വെള്ള റേഷൻ കാർഡിന് ചുരുങ്ങിയത് 10 കിലോ അരിയെങ്കിലും 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കും. നീല റേഷൻ കാർഡിന് സ്പെഷ്യൽ അരിയെയും കൊണ്ട് 10 വരെ കിലോ അരി ലഭിക്കാം. കിലോ ആട്ടയും എല്ലാം നീല വെള്ള റേഷൻ കാർഡിന് ലഭിക്കുന്നതാണ്. പിങ്ക് റേഷൻ കാർഡിന് റേഷൻ കടയിലൂടെ കൂടുതൽ സാധനങ്ങൾ ഉണ്ടാകില്ല, നിലവിൽ ലഭിക്കുന്നത് മാത്രമായിരിക്കും ലഭിക്കുക. അപ്പോൾ ഇതാണ് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.